സദ്യയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കൂട്ടുകറി. കൂട്ടുകറി തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. കാരണം വെള്ളം ഏറുന്നു, കഷ്ണങ്ങൾ വെന്തു പോകുന്നു, കൂട്ടുകറിൻ്റെ ടേസ്റ്റ് കിട്ടാതാവുന്നു. ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ വീഡിയോ ഫുൾ കാണുന്നതിലൂടെ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. ഉണ്ടാക്കുന്ന വിധം നോക്കിയാലോ. കൂട്ടുകറി തയ്യാറാക്കുമ്പോൾ ചേനയാണ് എടുക്കേണ്ടത്. ചേന ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നുറുക്കി മാറ്റി വയ്ക്കുക. കൂട്ടുകറിയുടെ കഷ്ണങ്ങളെല്ലാം കുക്കറിലാണ് തയ്യാറാക്കുന്നത്. നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കൂട്ടുകറിൻ്റെ റെസിപ്പിയാണ് ഇവിടെ നോക്കുന്നത്. വേണ്ടത് പച്ചക്കായയാണ്. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നേന്ത്രപ്പഴത്തിൻ്റെ പച്ചക്കായ ഞാൻ ഇവിടെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴത്തിൻ്റെ പച്ചക്കായ പെട്ടെന്ന് വെന്തുടയില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് പകുതി വേവിൽ കിട്ടും. ഇനിയെല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ബൗളിന്. കൂട്ടുകറി തയ്യാറാക്കുമ്പോൾ കടലപ്പരിപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ചിലരൊക്കെ വലിയ കടല യൂസ് ചെയ്യാറുണ്ട്, അതത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. 1/2 ടീസ്പൂൺ ഇവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി വെള്ളം ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത്, അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തലിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. കഷ്ണങ്ങളൊന്നും അടി പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ പാകത്തിനുള്ള വേവ് മതി. 3 വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. കഷ്ണങ്ങളൊക്കെ വേവുന്ന സമയം കൊണ്ട് തേങ്ങ വറുത്ത് വെക്കാവുന്നതാണ്. ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, കറിവേപ്പില, 1 തേങ്ങ ഫുൾ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് വറുത്ത് ഇതുപോലെ ഒരു ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ കുറച്ച് തേങ്ങ എടുത്ത് നമുക്ക് അരച്ച് മാറ്റി വെക്കേണ്ടതാണ്. ഞാൻ ഈ ഒരു ബൗളിനുള്ള തേങ്ങ ഇവിടെ അരച്ച് വെക്കുന്നുണ്ട്. ബാക്കിയുള്ള തേങ്ങ ഇതുപോലെ ബ്രൗൺ നിറമാകുമ്പോൾ കൈ ഉപയോഗിച്ച് നല്ല പൊടിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. കഷ്ണങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പകുതി വേവിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കേണ്ടതാണ്. കഷ്ണങ്ങളെല്ലാം ചട്ടിയിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, പോലെ പേസ്റ്റ് പോലെ അല്ലാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കും. ഈ ഒരു കപ്പിന് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. കാരണം ശർക്കരയൊക്കെ അലിഞ്ഞ് നല്ല സെറ്റായി കിട്ടാനുണ്ട്. ശർക്കര അരിയുമ്പോൾ കഷ്ണങ്ങളൊക്കെ പാകത്തിനുള്ള വേവിന് വെന്ത് കിട്ടും. ശർക്കരയൊക്കെ നല്ലോണം അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടതാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചെറു ചൂടിൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അലിയാണ്ട് കൂട്ടുകറി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് അയക്കാൻ മറക്കരുത്. നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് ഹബീസ് ഗേൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ.